ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് സർക്കാർ യാഥാർത്ഥ്യമാക്കി കൈമാറാൻ പോകുന്ന കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്ന് പറയുന്നതാരാണ്? അവിടെ സന്ദർശിക്കാൻ പോയവർ. തലസ്ഥാനത്തെ സഖാക്കൾ കുറച്ചുപേർ ചൂരൽമലയിലും ഒപ്പം തന്നെ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ യാഥാർത്ഥ്യമാക്കിയ ടൗൺഷിപ്പിൽ പോയി കണ്ടതിന് ശേഷം ചില പ്രതികരണങ്ങൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. നാട്ടുകാർ കൂടി കാണണം. IP ബിനു എന്ന തലസ്ഥാനത്തെ പ്രമുഖ സഖാവ് കൽപ്പറ്റയിൽ പോയി, ഒപ്പം തന്നെ ചൂരൽമലയിൽ ആദ്യമായി ഇടതുപക്ഷത്തിന്റെ വാർഡ് മെമ്പറായി വിജയിച്ചു കയറിയ സഹദിനോടൊപ്പം ജീവിതം തൂത്തെറിഞ്ഞ അന്നത്തെ കാലഘട്ടവും അതിനുശേഷം അവരെ സർക്കാർ ചേർത്ത് പിടിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആ വ്യക്തിയോട് സംസാരിച്ചു. ആ വാർഡ് മെമ്പർ പറഞ്ഞ വാക്ക് നാട് കേൾക്കേണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും അത്തരം പ്രതികരണങ്ങൾ വലിയ വാല്യൂ ഇല്ലാത്തതിനാൽ അത് തേടിപ്പോകാറില്ല. പക്ഷേ ദുരിതത്തിൽ ചിതറിപ്പോയ ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ ആവശ്യങ്ങളൊന്നും മുടങ്ങാതെ സർക്കാരിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന സഹദ് എന്ന വാർഡ് മെമ്പർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. വലിയൊരു ദുരന്തത്തിൽ നിന്ന് സമാധാനത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കുന്ന മനുഷ്യരുടെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നത് സഹദാണ്. നമ്മളെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ LDFന്റെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. സഹദ്, ഇപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തുള്ള ഇപ്പം സർക്കാർ ഇവിടെ ഒരുപാട് ആളുകളുടെ വീടും ഒക്കെ നഷ്ടപ്പെട്ടാണ്. ആ സർക്കാർ പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ ജൂലൈ 30-നാണ് ഉരുൾപൊട്ടുന്നത്. അന്ന് മുതൽ ഇന്നേക്കിപ്പോൾ 1 വർഷവും 7 മാസമായി. പൊട്ടി അന്ന് മുതൽ ഈ ഒരു വർഷം 7 മാസമായിട്ടും ഓരോ ഗുണഭോക്താവിനെയും കൈവിടാതെ സർക്കാർ കൂടെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് അടിയന്തരമായിട്ട് ആ സമയത്ത് ഈ ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ വാടക വീട്ടിലേക്ക് അവർ മാറ്റി, സർക്കാർ കോട്ടേഴ്സിലേക്ക് മാറ്റി. ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും, പാത്രങ്ങളും ഫർണിച്ചറും മുഴുവൻ വാങ്ങിച്ചു കൊടുത്തു. ഒരു കുടുംബത്തിന് 6000 രൂപ വാടക കൊടുത്തു. ഒരു കുടുംബത്തിലെ ഭർത്താവിന് 9000, ഭാര്യയ്ക്ക് 9000. അതുപോലെ 1000 രൂപയുടെ കൂപ്പൺ. എന്നുവെച്ചാൽ ഒരു കുടുംബത്തിന് 25000 രൂപയുടെ ധനസഹായം ഒരു മാസം കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ 100 കണക്കിന് കുടുംബങ്ങൾ ഈ ഭാഗത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ചികിത്സയോ അസുഖമോ ഉണ്ടെങ്കിൽ 6 കോടി രൂപയാണ് ആ ഇനത്തിൽ മാറ്റി വെച്ചിട്ടുള്ളത്. ആ ബില്ല് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ ചികിത്സാ ഫണ്ട് അവിടെ നിന്ന് കിട്ടും. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മേഖലക്കകത്തും നിറഞ്ഞ പ്രവർത്തികൾ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എത്ര വീടുകളാണ് ഇപ്പം 1-ാം ഘട്ടം പൂർത്തിയാക്കിയിട്ടുള്ളത്? ഇപ്പോൾ വയനാടിൻ്റെ ഏറ്റവും ഹൃദയഭൂമിയാണ് എന്ന് പറയുന്നത് കൽപ്പറ്റ ടൗൺ എന്ന് പറയുന്നത്. എല്ലാ സിവിൽ സ്റ്റേഷൻ ആവട്ടെ,